നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു ടെക്സ്റ്റ് ഡേറ്റേനെ നമുക്ക് ഗ്ലോ എംബഡിങ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, അതാണ് പൈത്തൺ ലാംഗ്വേജ് വഴിയുള്ളൊരു ഇംപ്ലിമെൻറ്റേഷനാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലൊരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ഉണ്ട്. അതിൽ ഓരോ ടോക്കണിനും നമുക്കൊരു ഗ്ലോ എംബഡിങ് വെക്ടറായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബ്രൗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കൊരു ഗ്ലോ എംബഡിങ് ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ലഭിക്കും. അതിപ്പോൾ 100 ഡയമെൻഷൻ ആവാം, 300 ഡയമെൻഷൻ ആവാം. അപ്പോൾ ഇത് ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു എംബഡിങ് ടെക്സ്റ്റാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദ എന്നുള്ളൊരു വേർഡ്, ആ വേർഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂസാണ്. ഇതൊരു 100 ഡയമെൻഷണൽ വെക്ടറായിരിക്കും. അതേപോലെ ഒരു കോമനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു 100 ഡയമെൻഷണൽ വെക്റ്റേഴ്സാണ്, ന്യൂമറിക്കൽ വാല്യൂസാണിത്. ഇത് ഡോട്ടിന്, അതേപോലെ ഓഫ് എന്നുള്ള വേർഡിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു 100 ഡയമെൻഷണൽ വെക്റ്റേഴ്സാണിത്. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെക്റ്റർ ഫോമിലല്ല, ഇത് നമ്മൾ നമ്മുടെ ഡേറ്റയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഓരോ എംബഡിങ് വെക്റ്റേഴ്സും നമ്മൾ ഈ ഒരു ഫയലിൽ നിന്ന് ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ വാസ് എന്നുള്ളൊരു വേർഡിന് ഉള്ളൊരു 100 ഡയമെൻഷണൽ വെക്ടറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എംബഡ് ചെയ്യേണ്ട വേർഡ് ഈ ഒരു TXT ഫയലിനകത്തുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു പ്രോബ്ലം, ഒരു ഡേറ്റ സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 ന്യൂസ് ഗ്രൂപ്പ്സ് ഡേറ്റ സെറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഡ്രൈവിന് ആക്സസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 20 ന്യൂസ് ഗ്രൂപ്പ്സ് ഡേറ്റയാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കമാൻഡ് വഴി എനിക്ക് 20 ന്യൂസ് ഗ്രൂപ്പ്സ് ഡേറ്റ സെറ്റ്, അതായത് ട്രെയിനിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു ഡേറ്റ സെറ്റാണിത്. ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഡേറ്റ എന്നുള്ളൊരു ഫീൽഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനകത്താണ് ടെക്സ്റ്റ് ഫോർമാറ്റിൽ ഡേറ്റ കിടക്കുന്നത്. അതേപോലെ ലേബൽ എന്ന് പറഞ്ഞിട്ടൊരു കോളം കൂടി ഉണ്ടായിരിക്കും. ലേബലിനകത്ത് ഇപ്പോൾ ആ ഒരു 20 ന്യൂസ് ഗ്രൂപ്പ് ഡേറ്റ അത് ഏത് ക്ലാസ്സാണ്, ഏത് ക്ലാസ് ലേബലാണെന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കത് ഇപ്പോൾ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ആ ഡേറ്റ ഫെച്ച് ചെയ്ത് ഡേറ്റ എന്നുള്ള വേരിയബിളിലേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് ഈ ഡേറ്റേൻ്റെ ലെങ്ത്ത് പറയണത് ഇത്രയുണ്ട്, ടൈപ്പ് ഓഫ് ഡേറ്റ പറയണത് ലിസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റത്തെ ലിസ്റ്റിനകത്തുള്ള ആ ഒരു ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മെയിലാണ്. അപ്പോൾ ഇതാണ് ഡേറ്റ എന്നുള്ള വേരിയബിളിനകത്തുള്ള ഫസ്റ്റ് ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഡേറ്റ എന്നുള്ള വേരിയബിളിനകത്താണ് നമ്മൾ ടോക്കണൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടോക്കണൈസർ നമ്മളിവിടെ ജസ്റ്റ് കോൾ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ടോക്കണൈസർ. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് ടോക്കണൈസർ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ടോക്കണൈസർ നമ്മുടെ ഡേറ്റ എന്നുള്ള വേരിയബിളിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാണ്. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോക്കണൈസർ ഡോട്ട് വേർഡ് ഇൻഡെക്സ്, അപ്പോൾ അത് നമുക്ക് ഈ ഒരു കുറേ അധികം ഡേറ്റാസിനകത്ത് ഫസ്റ്റ് ഡോക്യുമെൻറ്റ് മാത്രമാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡേറ്റ ഓഫ് 0 എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് ഡേറ്റാസ് ഉണ്ട് നമ്മുടെ ഡേറ്റ എന്നുള്ള വേരിയബിളിനകത്ത്. ഡേറ്റ എന്ന് പറയുന്നത് ലിസ്റ്റാണ്. ആ ലിസ്റ്റിൻ്റെ ലെങ്ത്ത് പറയണത് 11,314 ആണ്. അപ്പോൾ അത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഡോക്യുമെൻറ്റ് മാത്രമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ് നമ്മളിതിനകത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ വേർഡ് ഇൻഡെക്സിനകത്ത് എത്ര യുണീക്ക് വേർഡ്സ് ഉണ്ട് എന്നായിരിക്കും. ഏതൊക്കെ യുണീക്ക് വേർഡ്സാണ് ഈ ഒരു ഡേറ്റ എന്നുള്ള വേരിയബിളിനകത്ത് കംപ്ലീറ്റ്ലി ഉള്ളത്, അത് മൊത്തത്തിലായിരിക്കും ഈ വേർഡ് ഇൻഡെക്സിലുണ്ടായിരിക്കുക. അപ്പോൾ നമ്പർ ഓഫ് യുണീക്ക് ടോക്കൺസ്, അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് യുണീക്ക് ടോക്കൺസ് എന്ന് പറഞ്ഞത് ഇത്രയുണ്ട്. അപ്പോൾ ഒരു സാമ്പിൾ പോലെ കാണിക്കാൻ വേണ്ടിയിട്ടും വേർഡ് ഇൻഡെക്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേർഡ് ഇൻഡെക്സിനകത്ത് ഒരു ടോക്കണും, അതായത് യുണീക്ക് ടോക്കൺസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഇതാന്ന് പറഞ്ഞിട്ട് ഒരു ടോക്കണും അതിൻ്റെ ഒരു ഇൻഡെക്സ് വാല്യൂ, ഇങ്ങനെയാണ് വേർഡ് ഇൻഡെക്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ യുണീക്ക്
ടോക്കണും അതിനൊരു കറസ്പോണ്ടിങ് ഒരു ഇൻഡെക്സ് വാല്യൂവും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഓരോരോ യുണീക്ക് വേർഡിനെയും എങ്ങനെയാണ് ഗ്ലോവ് എംബഡിങ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക, അപ്പോൾ അതാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ഗ്ലോവ് ഫയൽ ഞാൻ ഓൾറെഡി ഈ ഒരു പാത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ആ ഫയലിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഓൾറെഡി. ഇത് ഇങ്ങനൊരു ഫോർമാറ്റിലാണ്, അതായത് ഒരു വേർഡ് പിന്നെ അതിൻ്റെ ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു വേർഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ദ എന്നുള്ള വേർഡായിരിക്കും ഫസ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ് ഈ ദ എന്നുള്ള വേർഡ് നമ്മുടെ വേർഡ് ഇൻഡെക്സിലുണ്ടോ എന്ന്. ഇപ്പോൾ വേർഡ് ഇൻഡെക്സിനകത്ത് ദ എന്നുള്ള വേർഡ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഓക്കെ, ദ എന്നുള്ള വേർഡ് ഓൾറെഡി വേർഡ് ഇൻഡെക്സിനകത്തുണ്ട്. അപ്പോൾ ദ എന്നുള്ള വേർഡിനെ നമുക്ക് വേർഡ് ഗ്ലോവ് എംബഡിങ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു വേർഡ് നമ്മുടെ വേർഡ് ഇൻഡെക്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. വാല്യൂസ് ഞാൻ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ലൈൻ സ്പ്ലിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ സ്പ്ലിറ്റ് എന്ന് വെച്ചിട്ട് ഇപ്പോൾ വാല്യൂസ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വേർഡും പിന്നെ ആ 1 മുതൽ ഉള്ള വേർഡ്സ് ആ ലൈനകത്തുള്ള വേർഡ്സ് മൊത്തം ആ ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അപ്പോൾ വാല്യൂസ് ഓഫ് 1 to അതിൻ്റെ എൻഡ് വരെ, അതായത് ഈ ഒരു എൻഡ് വരെ, ഇതാണ് ഒരു സിംഗിൾ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എംബഡിങ് വെക്ടർ ഈ ഒരു എംബഡിങ് വെക്ടർ എന്ന് പറഞ്ഞിട്ട് വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാണ് ആ വേർഡ് എന്താണ് അതിൻ്റെ കറസ്പോണ്ടിങ് എംബഡിങ് വെക്ടർ, പിന്നെ ആ വേർഡിൻ്റെ ഇൻഡെക്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഓരോ വേർഡിനും ഒരു കറസ്പോണ്ടിങ് ഇൻഡെക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്തിട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ദ എന്നുള്ള വേർഡ് ഇൻഡെക്സിലുണ്ട്, അതുകൊണ്ട് ദ എന്നുള്ള വേർഡ് പ്രിൻ്റ് ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് 100 ഡയമെൻഷണൽ വെക്ടറാണ്. അത് ഈ ഒരു 100 ഡയമെൻഷണൽ വെക്ടറാണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ ഇൻഡെക്സും കൂടി ഒന്ന് കാണിക്കുകയാണ് ഇവിടെ 1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഗ്ലോവ് എംബഡിങ് വെക്ടർ ഗ്ലോവ് എംബഡിങ് ഒരു ഫയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ഡേറ്റയിലുള്ള ടോക്കൺസിന് ഒരു കറസ്പോണ്ടിങ് ഗ്ലോവ് എംബഡിങ് വെക്ടർ റിട്രീവ് ചെയ്തെടുക്കുന്നത്. അതാണ് ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എംബഡിങ് മാട്രിക്സ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.